പലരും വിശ്വസിക്കുന്നത് സൂപ്പർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു മാജിക്കൽ പവറാണ്, വളരെ ചിലർക്ക് മാത്രം ദൈവം കൊടുത്തിട്ടുള്ള ഒരു അപൂർവ നിധിയാണ് എന്നൊക്കെയാണ്. ഈ ഒരു വിശ്വാസത്തെ പാടെ നിഷേധിച്ച് തള്ളുകയാണ് നമ്മുടെ രചയിതാവ്. അദ്ദേഹം ഇതിനെ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന മസിലുകളെ കുറിച്ചാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യത്തോട് യോജിക്കുന്നുണ്ടോ? വലിയ മസിലുകളുള്ള ആളുകൾ ജനിക്കുമ്പോഴേ വലിയ മസിലുകളുമായാണ് ജനിച്ചത് എന്ന്? തീർച്ചയായുമല്ല. കാരണം നമുക്കറിയാം, അവര് ഒരുപാട് സമയം ജിമ്മിൽ ചിലവഴിച്ച് അല്ലെങ്കിൽ ഒരുപാട് സമയം അതിനു വേണ്ടി പരിശീലിച്ചിട്ടാണ് അത്തരത്തിലൊരു ശരീരം ഉണ്ടാക്കിയെടുത്തത്. ഇത് തന്നെയാണ് ഓർമ്മശക്തിയുടെ കാര്യത്തിലും നമ്മൾ വിശ്വസിക്കേണ്ടത്. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളെയും പോലെ അഡിക്വേറ്റ് ആയിട്ടുള്ള, നല്ല കണ്ടിന്യൂസ്ലി ഉള്ള, തുടർച്ചയായ കൃത്യമായ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ തുടർച്ചയായി പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ചോയ്സുകളുടെ ഒരു കൂട്ടത്തെയാണ് കോൺസെൻട്രേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയെ നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചിന്തയെ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ മാത്രം മതി. ശ്രദ്ധ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്നൊക്കെ പറയുന്നത് ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടും നമ്മൾ ജനിച്ചതിന് ശേഷം അതിനെ തുടർച്ചയായി പരിശീലിക്കാതെ നഷ്ടപ്പെടുത്തി പോകുന്ന ഒരു കാര്യമാണ്. കോൺസെൻട്രേഷൻ വർദ്ധിപ്പിച്ചാലേ നമ്മുടെ മെമ്മറി പവറിനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. മെമ്മറി പവറിനെ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ കോൺസെൻട്രേഷനെ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി തോന്നേണ്ടതില്ല. നമ്മൾ ആകെ പഠിച്ചിരിക്കേണ്ടത് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. ബി ഹിയർ നൗ. നമ്മൾ ജോലിയിലാണെങ്കിൽ ജോലിയിലാവുക, നമ്മൾ വീട്ടിലാണെങ്കിൽ വീട്ടിലാവുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ കോൺസെൻട്രേഷൻ പവറിനെ വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് സമാധാനത്തിലായിരിക്കണം ജീവിക്കേണ്ടത്. എങ്ങനെയാണ് ഇതിന് സാധിക്കുക? അതിന് ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിൽ വരുന്ന പല കാര്യങ്ങളെ കുറിച്ചുമുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകള്, വ്യാകുലതകള് എന്നിവയൊക്കെ നമ്മൾ ഒഴിവാക്കുക എന്നതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് എ സ്റ്റേറ്റ് ഓഫ് മെന്റൽ പീസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിനെ സംഘർഷഭരിതമായിട്ടുള്ള ചിന്തകളിൽ നിന്നും എങ്ങനെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം, അതിന് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചുകൂടി ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ചില ചിന്തകളും കാര്യങ്ങളും ഉണ്ടല്ലോ, നമുക്ക് സ്വന്തമായി വരുന്ന നമ്മുടെ ഇന്നർ വോയിസ് എന്ന് പറയുന്ന കാര്യം. ഈ ഇന്നർ വോയിസിൽ ഒരു പ്രത്യേകമായ നിയന്ത്രണം നമുക്ക് ഉണ്ടാവണം എന്നതാണ്. അടുത്തത് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന പരിപാടി ഒഴിവാക്കുക എന്നത്. അതായത് ഒരേ സമയത്ത് നിരവധി കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക എന്നതാണ് ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ ഒഴിവാക്കേണ്ടതാണ്. ഇനി നമുക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ എന്താണോ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കുക. അതോടൊപ്പം ഒരു കാര്യവുമില്ലാതെ നമ്മുടെ മനസ്സിലേക്ക് ഇടയ്ക്കിടെ കയറി വരുന്ന നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ തീരെ വില കൽപ്പിക്കാതിരിക്കുക. അപ്പോൾ മനസ്സിലേക്ക് സമാധാനത്തെ കൊണ്ടുവരാൻ പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നോ അറ്റൻഷൻ മീൻസ് നോ റിട്ടൻഷൻ. നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഓർമ്മയെ സൂക്ഷിച്ചു വെക്കാനും സാധിക്കില്ല. ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പലരും തന്നെ സ്വപ്നം കാണാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഇതൊരു കംപ്ലീറ്റ് മിസ്റ്ററിയാണ്, അതൊരു മിത്താണ് എന്നാണ് രചയിതാവ് അഭിപ്രായപ്പെടുന്നത്. മെമ്മറി എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്, അതൊരു ഫോട്ടോഗ്രാഫിക് പ്രോസസ്സ് ഒന്നുമല്ല. നമ്മളാണ് നമ്മുടെ ഓർമ്മശക്തിയെ ഉണ്ടാക്കിയെടുക്കേണ്ടത്, നമ്മുടെ ഓർമ്മകളെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്തൊക്കെയാണോ നമുക്ക് ഓർമ്മിച്ചെടുക്കേണ്ടത് ആ കാര്യങ്ങളെ നമ്മുടെ ഓർമ്മയിലേക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ആളുകൾ നമ്മൾ തന്നെയാണ്. നമ്മൾ നല്ലോണം എൻജോയ് ചെയ്ത് വായിക്കുന്ന ചില പുസ്തകങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അല്ലെങ്കിൽ ചില വീഡിയോകളൊക്കെ. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഭാവനയെ വർദ്ധിപ്പിക്കുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ അറിവുകളെ കൊണ്ടുവരികയും ചെയ്യും. വീഡിയോകളെക്കാളും റീഡിങ്ങും റൈറ്റിങ്ങുമാണ് ഒരു ക്രിയേറ്റീവ് ഇമാജിനേഷൻ പ്രോസസ്സ്. വായിക്കുന്ന സമയത്ത് നമ്മൾ നല്ല കോൺസെൻട്രേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള അറിവുകളെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ രചയിതാവ് നമ്മുടെ കോൺസെൻട്രേഷനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിന്റെ ഭാഷ എന്ന് പറയുന്നത് ചിത്രങ്ങളും ഇമോഷനുകളുമാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തെ ഓർത്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ആ കാര്യത്തെ ഒരു ചിത്രരൂപത്തിലേക്ക് മനസ്സിലേക്ക് കൊണ്ടുവരിക. അറിവുകളെ നമ്മൾ ഇമേജുകളാക്കി, ചിത്രങ്ങളാക്കി എത്രത്തോളം മാറ്റുന്നുണ്ടോ അത്രത്തോളം ആ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇമാജിനേഷൻ പവർ ഉണ്ട്, ഭാവനാശക്തിയുണ്ട്. ഈ ഭാവനാശക്തിയെ ഉപയോഗിച്ച് നമ്മൾ ഓരോ കാര്യത്തെയും ഒരു ഇമേജായി മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ സാധിക്കും. അത് വായിക്കുന്ന സമയത്താണെങ്കിൽ അങ്ങനെ. ഇവിടെ ഇത് ചെയ്യാൻ വേണ്ടി നമ്മളെ ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വം പഠിപ്പിക്കുന്നുണ്ട്.
ഗ്രാൻഡ് മാസ്റ്റർ കെവിൻ ഹോസ്ലി. ആ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് SEE പ്രിൻസിപ്പിൾ ആണ്. ഇവിടെ S എന്ന് പറയുന്നത് നമ്മുടെ സെൻസുകളെ, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കാനാണ്. അടുത്ത E എന്ന് പറയുന്നത് എക്സാഗ്രേഷൻ, അതായത് എത്രത്തോളം വലിയതായി, എത്രത്തോളം വിപുലീകരിച്ച്, എത്രത്തോളം അതിശയോക്തി കലർത്തി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ അത്രത്തോളം ഉപയോഗിക്കാൻ. മൂന്നാമത്തെ അക്ഷരം E എന്ന് പറയുന്നത് എനർജൈസിങ്. ഇതൊന്ന് വിശദീകരിക്കാം. നമ്മൾ ആദ്യം തന്നെ യൂസ് ഓഫ് സെൻസിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കേണ്ടതിനെ കുറിച്ച്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടല്ലോ, നമ്മുടെ കണ്ണ്, മൂക്ക്, ത്വക്ക്, വായ, ചെവി തുടങ്ങിയ 5 ഇന്ദ്രിയങ്ങളുണ്ട് നമുക്ക്. ഈ 5 ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് നമ്മൾ ഏതൊരു കാര്യത്തെ ഫീൽ ചെയ്യുന്നോ ആ കാര്യത്തെ നമ്മുടെ ഓർമ്മയിലേക്ക് വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. ഏതൊരു കാര്യത്തെയാണോ നമ്മൾ ഓർത്തു വെക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ കാര്യത്തെ നമ്മുടെ ഏതെങ്കിലും ഒരു ഇന്ദ്രിയമോ, പറ്റുകയാണെങ്കിൽ പരമാവധി എല്ലാ ഇന്ദ്രിയവും ഉപയോഗിച്ച് നമ്മുടെ അനുഭവങ്ങളിലേക്ക്, നമ്മുടെ ഫീലിങ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ അക്ഷരം E എന്ന് പറയുന്നത് എക്സാഗ്രേഷൻ. എക്സാഗ്രേഷൻ വിത്ത് ഹ്യൂമർ, തമാശ കലർത്തിയിട്ടുള്ള വിപുലീകരണം, പോസിറ്റീവായിട്ടുള്ള ഹ്യൂമർ കലർത്തിയിട്ടുള്ള, തമാശ കലർത്തിയിട്ടുള്ള, അമിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു ചിത്രരൂപത്തിൽ നേരത്തെ പറഞ്ഞ ചിത്രങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. ഏതൻസ് എന്ന് പറയുന്ന സ്ഥലം ഗ്രീസ് എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. അപ്പോൾ ഏതൻസ് എന്ന പേര് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 8 ഹെൻസ് അഥവാ 8 പിടക്കോഴികളുടെ ചിത്രം മനസ്സിൽ കൊണ്ടുവരാം. 8 ഹെൻസ് എന്ന് പറയുമ്പോൾ ഏതൻസ് എന്ന് നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനെ എക്സാഗ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത്, നമ്മൾ ആ 8 പിടക്കോഴികൾ ലോഹങ്ങൾക്കിടയിൽ പൂശുന്ന ഗ്രീസ് ഉണ്ടല്ലോ, ആ ഗ്രീസിൽ മുങ്ങി കുളിക്കുന്നതോ അല്ലെങ്കിൽ 8 പിടക്കോഴികളുടെ ശരീരത്തിൽ ഗ്രീസ് വന്ന് വീഴുന്നതോ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചിത്രത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ 8 പിടക്കോഴികൾ, 8 ഹെൻസ് ഗ്രീസ്. അങ്ങനെ നമുക്ക് ഏതൻസിനെ ഗ്രീസ് എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായി ബന്ധിപ്പിക്കാം. ഈ രീതിയിൽ എക്സാഗ്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ ഇമേജുകളെയും മനസ്സിലേക്ക് കൊണ്ടുവരാൻ. എങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഒരു ഓർമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ, വീണ്ടെടുക്കാൻ സാധിക്കും എന്നാണ് കെവിൻ ഹോസ്ലി പറയുന്നത്. വളരെ ശക്തിയേറിയ ഒരു മെമ്മറി സ്റ്റേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇൻഫർമേഷനുകൾക്ക് നമ്മൾ ജീവൻ നൽകാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ അൺലിമിറ്റഡ് ഇമാജിനേഷൻ പവർ ഉപയോഗിച്ചുകൊണ്ട്, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഭാവനാശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന അറിവുകൾക്ക് നമ്മൾ ജീവൻ നൽകണം. ഇപ്പൊ നമ്മൾ 8 കോഴികൾ ഗ്രീസിൽ നീന്തുന്നതോ അല്ലെങ്കിൽ ആ 8 കോഴികളുടെ മേലേക്ക് ഗ്രീസ് ഒഴിക്കുന്നതോ ആയിട്ടുള്ള ജീവൻ നൽകിയിട്ടുള്ള ചിത്രം മനസ്സിൽ കൊണ്ടുവന്നതുപോലെ രചയിതാവ് ഇതല്ലാതെ വേറെയും കുറച്ച് അറിവുകളെ ഓർമ്മിച്ചെടുക്കാനുള്ള കുറച്ച് മെത്തേഡുകളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് പറയുന്നത്, ഓർമ്മിച്ചെടുക്കേണ്ട കാര്യങ്ങളെ നമുക്ക് ഏറ്റവും ബന്ധമുള്ള ഏതെങ്കിലും ഒരു സംഗതിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ കാറ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ശരീരം തുടങ്ങിയവയിലേക്ക് ബന്ധിപ്പിച്ച നമുക്ക് വളരെ എളുപ്പത്തിൽ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ PSC എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ഒരുപാട് ജനറൽ നോളജ് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തെ അവരുടെ ശരീരവുമായി ബന്ധിപ്പിച്ച് നോക്കുക. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ നമ്മുടെ കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരെ എടുക്കുക. ഓരോ മന്ത്രിയെയും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗവുമായി ബന്ധിപ്പിച്ചാൽ മാത്രം മതി. ഈ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ഈ പറഞ്ഞ ക്രിയേറ്റീവ് ആയിട്ടുള്ള അറിവുകളെ ഓർമ്മിച്ചെടുക്കാനുള്ള വഴികളൊക്കെ തന്നെ ഒരു പ്രത്യേകമായ ഒരേ ഒരു തത്വത്തിൽ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ തത്വം എന്ന് പറയുന്നത് ജേണി മെത്തേഡാണ്. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ഥലമോ അല്ലെങ്കിൽ കാറോ അതുമല്ലെങ്കിൽ നമ്മുടെ ശരീരമോ, ഈ 3 കാര്യങ്ങളിലേക്കാണ് നമ്മൾ അറിവുകളെ ബന്ധിപ്പിക്കേണ്ടത്. ജേണി മെത്തേഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്. നമ്മൾ നേരത്തെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുമായി ബന്ധിപ്പിക്കാൻ പറഞ്ഞതുപോലെ ആ പറഞ്ഞ ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥലത്തിലോ കാറിലോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ബോഡി ആണെങ്കിൽ അതിലോ ഓരോ സ്ഥലങ്ങളെ നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്യുക. അടുത്തത് നേരത്തെ പറഞ്ഞ SEE പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട്, ആ തത്വം ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കുറച്ചു മുമ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ശരീരത്തിലെയോ അല്ലെങ്കിൽ കാറിലെയോ സ്ഥലത്തെയോ ആ ഓരോ സ്ഥലങ്ങളിലേക്കും ഈ പറഞ്ഞ ഇമേജുകളെ പ്ലേസ് ചെയ്യുക. മാർക്ക് ചെയ്തിട്ടുള്ള ഓരോ ലൊക്കേഷനിലും ഓരോ ഇമേജുകളെ പ്ലേസ് ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇൻഫർമേഷനുകളെ ഓർമ്മിച്ചെടുക്കും എന്ന് തന്നെയാണ് കെവിൻ ഹോസ്ലി പഠിപ്പിക്കുന്നത്. നിങ്ങളിൽ പലരും തന്നെ ലോങ് ടേം മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി എന്നിങ്ങനെയുള്ള 2 വാക്കുകൾ കേട്ടിട്ടുണ്ടാകും. ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് ദീർഘദൂരമായിട്ട് നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ. ഇനി ഇത് രണ്ടുമല്ലാതെ മിഡിൽ ടേം മെമ്മറി എന്നൊരു മെമ്മറി സ്റ്റേറ്റിനെ കുറിച്ച് രചയിതാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോങ് ടേം മെമ്മറി പ്ലസ് ഷോർട്ട് ടേം മെമ്മറി ഈക്വൽ ടു മിഡിൽ ടേം മെമ്മറി എന്ന ഫോർമുലയാണ് എല്ലാ മെമ്മറി മെത്തേഡുകളിലും പ്രവർത്തിപ്പിക്കപ്പെടുന്നത് എന്നാണ് രചയിതാവിന്റെ അഭിപ്രായം. നമ്മുടെ ഒരു ലോങ് ടേം മെമ്മറിയുമായി ഒരു ഷോർട്ട് ടേം മെമ്മറിയെ നമ്മൾ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മിഡിൽ ടേം ആയിട്ടുള്ള കുറച്ചധികം നീണ്ടു നിൽക്കുന്ന ഒരു മെമ്മറി സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്?
ഈ പറഞ്ഞ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ അറിവുകളെ ഒരുപാട് സമയത്തേക്ക് അല്ലെങ്കിൽ ഫോർ എവർ റിമെമ്പർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ പേര്. എന്നാൽ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് ഒരു പുതിയ ടെലിഫോൺ നമ്പർ, ഒരു പുതിയ മൊബൈൽ നമ്പറൊക്കെ പോലെയാണ്. അത് നമ്മൾ കേൾക്കുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഒരുപക്ഷെ സ്റ്റോർ ചെയ്യപ്പെട്ടേക്കാം. നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന ഷോർട്ട് ടേം ആയിട്ടുള്ള മെമ്മറികളെ നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള മെമ്മറികളിലേക്ക് ചേർത്ത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളത് കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുക എന്നത് തന്നെയാണ്. നമ്മൾ എത്രത്തോളം കൂടുതൽ ഇത് പരിശീലിക്കുന്നോ അത്രയും മികച്ചതായി വരും.